ബ്ലാക്ക് ബാഗ് സ്റ്റീവൻ സോഡർബർഗ് സംവിധാനം ചെയ്ത് കെയ്റ്റ് ബ്ലാൻചെറ്റ്, മൈക്കൽ ഫാസ്ബെൻഡർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഈ ഇംഗ്ലീഷ് സ്പൈ ഡ്രാമ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജന്റായ ജോർജ്, പുള്ളിയുടെ ഭാര്യ മറ്റൊരു ഏജന്റായ കാതറിൻ, ഇവരിൽ ഒരാൾ ഒരു ഡബിൾ ഏജന്റായി പ്രവർത്തിച്ച് രാജ്യത്തെ ചതിക്കുകയാണോ എന്ന സംശയത്തിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. ഇതിന്റെ സത്യം കണ്ടെത്തുന്നതാണ് പടത്തിന്റെ പ്ലോട്ട്. വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഒരുക്കിയ ഒരു സ്പൈ ത്രില്ലർ എന്ന് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല, ഡ്രാമയാണ്. അതുപോലെ തന്നെ സ്പൈ ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ജെയിംസ് ബോണ്ട് പടങ്ങളൊക്കെ പോലെ ഒരു ഹെവി ആക്ഷൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് ഈ സിനിമ കാണരുത്. ഈ പടത്തിൽ ആക്ച്വലി ആക്ഷനേ ഇല്ല, ഒറ്റ ഇടിസീൻ പോലും പടത്തിലില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പോകുന്ന ഒരു സ്പൈ ത്രില്ലർ എന്ന് പറയാം. ചിലയിടത്താണെങ്കിൽ BGM പോലും ഇല്ല. ഇൻഡിപെൻഡന്റ് സിനിമയുടെ തമ്പുരാനായിട്ടുള്ള ഡയറക്ടറാണ് സ്റ്റീവൻ സോഡർബർഗ്. ഇഷ്ടം പോലെ കിടിലം പടങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്, ഒരുപാട് അവാർഡ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ പുള്ളിയുടെ 2 പടങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത്. ആദ്യത്തേത് ഒരു ഹൊറർ ഫിലിം ആയിരുന്നു, പ്രസൻസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം ഇറങ്ങിയത്. ആ പടം എനിക്ക് തീരെ ഇഷ്ടമായില്ല. നെക്സ്റ്റ് ഇപ്പോൾ ബ്ലാക്ക് ബാഗ് ആണ് വന്നിട്ടുള്ളത്. ഇതൊരു സ്പൈ ത്രില്ലറുമാണ്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ എല്ലാവരുടെ നീറ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ജോർജ് ആയിട്ട് വന്ന മൈക്കൽ ഫാസ്ബെൻഡർ, കാതറിനായിട്ട് വന്ന കെയ്റ്റ് ബ്ലാൻചെറ്റ്, രണ്ടുപേരുടെയും എടുത്തു തന്നെ പറയണം. കെയ്റ്റ് ബ്ലാൻചെറ്റിനൊക്കെ ചെയ്യാനും മാത്രം അല്ലെങ്കിൽ അത്രയ്ക്കും പെർഫോമൻസ് സ്കോപ്പ് ഉള്ള ഒരു റോളൊന്നും ആയിരുന്നില്ല. നമുക്കറിയാം പുള്ളിക്കാരുടെ റേഞ്ച് ഒക്കെ. ബട്ട് ഒരു പവർഫുൾ പൊസിഷനിലിരിക്കുന്ന ഒരു സ്റ്റൈലിഷ് ക്യാരക്ടർ എന്ന നിലയിൽ പുള്ളിക്കാരെ ഏൽപ്പിച്ചതാണെന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി അവരുടെയൊക്കെ കാസ്റ്റിംഗ് കണ്ടതുകൊണ്ടാണ് ഈ പടം കാണാൻ തീരുമാനിച്ചത് തന്നെ. ഫാസ്ബെൻഡറും പടത്തിൽ നൈസ് ആയിരുന്നു. പിന്നെ കാസ്റ്റിംഗിൽ ടോം ബെർക്കുണ്ട്, നവോമി ഹാരിസ്, മെറീസ അബേല, ഒരു ചെറിയ റോളിൽ പിയേഴ്സ് ബ്രോസ്നൻ വരുന്നുണ്ട്, നമ്മുടെ പഴയ ജെയിംസ് ബോണ്ട്. പുള്ളിയൊക്കെ എന്തിനാണ് ഈ ചെറിയ റോൾ ചെയ്തതെന്ന് ഞാൻ അതിശയിച്ചു. പക്ഷെ കൊള്ളാം, ഈ കാസ്റ്റിംഗ് തന്നെ പടത്തിനൊരു പോസിറ്റീവ് ആയിട്ടുണ്ട്. സോ മൊത്തം ആൾക്കാരുടെയും പെർഫോമൻസ് ഒക്കെ നൈസ് ആയിരുന്നു. ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാമറ വർക്കാണ്. അതിന്റെ കളറിങ്ങും ലൈറ്റിങ്ങും പ്രൊഡക്ഷൻ ഡിസൈനും ഒക്കെ പടത്തിന്റെ പോസിറ്റീവ് ആയിട്ട് തന്നെ പറയണം. ലൊക്കേഷനും കിടുവായിരുന്നു. എഡിറ്റിംഗിന്റെ കാര്യം പറയുമ്പോൾ ഒരു ടെസ്റ്റ് നടന്ന പോർഷനിൽ ഇന്റർകട്ട് ചെയ്തിട്ടുള്ള എഡിറ്റിംഗ് ഭയങ്കര നൈസ് ആയിരുന്നു. പിന്നെ ഇതിനകത്തൊരു ഹൈ എന്നൊക്കെ പറയുന്ന ചില പോർഷൻസിൽ BGM ഇല്ല എന്ന് തന്നെ പറയാം. വളരെ കാം ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതൊരു വെറൈറ്റി ആയിരുന്നു, അതേസമയം വിചിത്രമായിട്ടും ഫീൽ ചെയ്തു. ഒട്ടും പുതുമയില്ലാത്ത അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, അതാണ് പടത്തിന്റെ നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ചിലയിടങ്ങളിൽ കുറച്ച് ത്രില്ലിംഗ് ആണെങ്കിൽ ചിലയിടങ്ങളിൽ ഒട്ടും ത്രില്ലിംഗ് അല്ല എന്നതും പടത്തിന്റെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിന്റെ പോരായ്മയാണ്. സ്പൈ ത്രില്ലർ തന്നെ ഒരു അവാർഡ് ടൈപ്പിൽ എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിങ്ങും അങ്ങനെയാണ്. പിന്നെ ഇത്തരത്തിൽ ഒരു കഥയാണെങ്കിലും ആക്ഷൻ ഒന്നും ഇല്ല, ഡയലോഗ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ബോറടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ നമുക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഒരു ക്യാരക്ടേഴ്സിനോടും കഥയോടും ഫീൽ ചെയ്യുന്നില്ല എന്നതും പടത്തിന്റെ നെഗറ്റീവ് ആണ്. ആകെ മൊത്തം ടോട്ടലിൽ ഒരു ഓക്കേഷ് വാച്ച് എന്ന് എനിക്ക് തോന്നിയുള്ളൂ ഈ പടം കണ്ടപ്പോൾ. എനിക്ക് അത്ര വലിയ സംതൃപ്തി ഒന്നും നൽകിയില്ല. ഇത് ചിലർക്ക് ഭയങ്കര വെറൈറ്റി അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് ആയിട്ടൊക്കെ തോന്നാനും ചിലർക്ക് ഒട്ടും പിടിക്കാതെ പോകാനും സാധ്യതയുണ്ട്. സോ ഇതൊരു എക്സ്പെരിമെന്റൽ ഫിലിം എന്ന രീതിയിൽ എടുത്തിട്ടുള്ളതാണ്. എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് വർക്കായില്ല, പക്ഷെ ചില മൊമെന്റ്സ് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം. പടം തിയേറ്ററുകളിലാണ് ഇപ്പോൾ ഓടുന്നത്. സെയിം ടൈം ഡിജിറ്റലിയും അവൈലബിൾ ആണ്. ഏത് രീതിയിൽ കാണണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്റെ അഭിപ്രായത്തിൽ ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടമൊന്നുമല്ല. പിന്നെ വലിയ അഡൽ കണ്ടന്റ് ഒന്നും പടത്തിലില്ല, പക്ഷേ പടത്തിന് A സർട്ടിഫിക്കറ്റ് ആണ് ഉള്ളത് താനും. 1 മണിക്കൂർ 33 മിനിറ്റ് മാത്രമാണ് സിനിമയുടെ റൺ ടൈം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.